അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 340ഉം അതിലെ തന്നെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 95ഉം ആയാൽ ശ്രേണിയിലെ ആദ്യ പദം ഏത്? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. S10. 10 പദങ്ങളുടെ തുക എത്രയാണ്? 340 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലെ തന്നെ 5 പദങ്ങളുടെ തുക, ആദ്യത്തെ 5 പദങ്ങളുടെ തുക, അതായത് S5ഉം തന്നിട്ടുണ്ട്. എത്രയാണ്? 95. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യ പദം A1 ആണ് കാണേണ്ടത്, അല്ലെങ്കിൽ A. ഇപ്പോൾ നമുക്കറിയാം സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ Sn = n/2 × 2a + n-1 × d. d പൊതുവ്യത്യാസം, a ഫസ്റ്റ് ടേം, n നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടെ n 10 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 10/2 × 2a + 9d എന്ന് എഴുതാം, = 340. ഇതിനെ S5നെ 5/2 × 2a + 4d = 95 എന്ന് എഴുതാം അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ 10/2നെ ഞാൻ 5 എന്ന് എഴുതാം. ഇവിടെ 10/5 5 എന്ന് എഴുതാം. ഓക്കെ. അതേപോലെ തന്നെ ഈ 2നെ ഉള്ളിലേക്ക് എടുത്താൽ ഈ 2ഉം ഈ 4ലെ ഒരു 2ഉം പോകും. അപ്പോൾ ഇവിടെ 2d എന്നുണ്ടാവും. ഓക്കെ. ഇനി ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 340/5 എഴുതാം. 340/5 എത്രയാ? 5 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 30ൽ 6, 40ൽ 8, അപ്പോൾ 68. ഇവിടെ 68 എന്ന് കിട്ടും. ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 95/5 19 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് 2a + 9d എന്നുള്ളത് 68. അതേപോലെ തന്നെ a + 2d എന്നുള്ളത് 19. ഓക്കെ. ഇനി നമുക്ക് a ആണ് കാണേണ്ടത്. പക്ഷെ ഇവിടെ ഒരു 9d ഉണ്ട്, ഇവിടെ ഒരു 2d ഉണ്ട്. അപ്പോൾ ഡികളെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഡികളെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a കാണാം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ 9d ഉണ്ട്, ഇവിടെ 2d ഉണ്ട്. അപ്പോൾ 2ൻ്റെയും 9ൻ്റെയും LCM എന്ന് പറയുന്നത് 2 × 9 18. അപ്പോൾ നമ്മൾ ഇവിടെ ഡിൻ്റെ കോയിഫിഷ്യൻറ്റ് 18 ആക്കണം, ഇവിടെയും ഡിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്താക്കണം? 18 ആക്കണം. അപ്പോൾ ഇവിടെ 18 ആക്കാൻ എനിക്ക് 2 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 18 ആക്കാൻ എനിക്ക് 9 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ ഇവിടെയും എന്തുകൊണ്ട് ഗുണിക്കണം? 9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? 2 × 2a 4a + 18d = 68 × 2 136 എന്ന് വരും. ഈ ഇക്വേഷൻ എങ്ങനെ വരും? 9a + 18d 9a + 18d = 19 × 9 എത്ര വരിക? 171 വരും. 171. ഓക്കെ. ഇനി നമ്മൾ ചെയ്യണം, ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2ഉം ആക്കിയെടുത്താൽ ഇക്വേഷൻ നമ്പർ 2ൽ മൈനസ് ഇക്വേഷൻ നമ്പർ 1 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 9a - 4a എത്ര വരിക? 5a എന്നുണ്ടാവും. പ്ലസ് 18d - 18d ക്യാൻസൽ ചെയ്ത് പോകും. 171 - 136 എത്ര കിട്ടുക? 35 എന്ന് കിട്ടും. സോ a = 35/5 എത്ര കിട്ടുക? 7. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ വില എത്രയാണ്? 7. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണെന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം. 0.008 all raised to -13 = 0.008 all raised to -13. ഇതിൻ്റെ വില എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് 0.008നെ നമുക്ക് 8 ഡിവൈഡഡ് ബൈ നമ്മുടെ എഴുതുന്നുണ്ട് 8 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാം അല്ലേ? ഓൾ റേസ് ടു എന്തുണ്ട്? -30 ഉണ്ട്. ദാറ്റ് ഈസ് 8നെ എനിക്ക് 2³ എന്ന് എഴുതാം, ഡിവൈഡ് ബൈ 1000നെ എനിക്ക് 10⁻³ എന്ന് എഴുതാം, ഓൾ റേസ് ടു -30. That is
ഇതിനെ 2/10 all raised to 3 into -30 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ്, കാരണം ക്യൂബ് ഇതിൻ്റെ രണ്ടിന് കോമൺ ആയതുകൊണ്ട് ഞാൻ പുറത്തെടുത്താണ്. ദാറ്റ് ഈസ് 2/10 എനിക്ക് 1/5 എന്ന് എഴുതാം. ഓൾ റേസ് ടു 3 × -30 -90. ദാറ്റ് ഈസ് 1/5 റേസ് ടു -90. ഇതിന് എനിക്ക് എന്ത് ചെയ്താം, 5 റേസ് ടു 90 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ എത്ര? 5 റേസ് ടു 90. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, രാമുവിൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ 1/6 മടങ്ങാണ്. രാമു, അച്ഛൻ, അമ്മ ഇവരുടെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ തുക 70 ആണ്. അച്ഛന് രാമുവിൻ്റെ ഇരട്ടി വയസ്സാകുന്ന സമയത്ത് ഇവരുടെ തുക ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാണ്. എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? എന്താണ് പറഞ്ഞത്? രാമുവിൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ 1/6 മടങ്ങാണ്. അതായത് R = F/6. പിന്നെ നമ്മോട് പറഞ്ഞു രാമുവിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 70 ആണ്. ഓക്കെ. പിന്നെ പറഞ്ഞു അച്ഛന് രാമുവിൻ്റെ ഇരട്ടി വയസ്സാകുന്ന സമയത്ത് ഇവരുടെ തുക ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലായിരിക്കും രാമുവിൻ്റെ അച്ഛന് രാമുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടി സമയമാകുന്നത്? നോക്കൂ, ഒന്നുകൂടി പറയാം ആ സെന്റൻസ്. അച്ഛന് രാമുവിൻ്റെ ഇരട്ടി വയസ്സാകുന്ന സമയത്ത് ഇവരുടെ തുക ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാണ്. എന്ന് വെച്ചാൽ രാമുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് ഫാദറിൻ്റെ വയസ്സിൻ്റെ പകുതിയാകുന്ന സമയത്ത് ഇവരുടെ തുക ഇരട്ടിയാണ്. ഇരട്ടി എന്ന് പറഞ്ഞാൽ ഒരു 70 കൂടി കൂടും. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലാണ് രാമുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് രാമുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാവുക? ഈ 70 വയസ്സ് എന്ന് പറയുന്നത് 3 ആളുകളുടെയും കൂടുതൽ വന്നതാണ്. 3 ആളുടെയും ഷെയറാണ് ഈ 70 വയസ്സെന്ന് പറഞ്ഞാൽ. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലാണ് അത് സംഭവിക്കുക? 70/3 വർഷം കഴിഞ്ഞാൽ രാമുവിൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ പകുതിയാകും, അല്ലെങ്കിൽ അച്ഛൻ്റെ വയസ്സ് രാമുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാവും. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അതായത് 70/3 വർഷം കഴിഞ്ഞാൽ രാമുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് R + 70/3 ആയിരിക്കുമല്ലോ. കാരണം ഇത്രയും വർഷം കഴിഞ്ഞു. അപ്പോൾ രാമുവിൻ്റെ വയസ്സ് R + 70/3 ആയിരിക്കും. ഈക്വൽ ടു ഫാദറിൻ്റെ വയസ്സിൻ്റെ പകുതി ആയിരിക്കും. ഫാദറിൻ്റെ വയസ്സ് ആ സമയത്ത് എത്ര ആയിരിക്കും? ഫാദറിൻ്റെ വയസ്സ് F + 70/3 ഇതിൻ്റെ പകുതിയായിരിക്കും, /2. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്താൽ ഈ 2 ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ ഇവിടെ 2R ഉണ്ടാവും. ഇവിടെ 70 ഉള്ളത് 140 ആവും. ഓക്കെ. ഈ 2 ഇവിടെ ഉണ്ടാവില്ല. ഇനി 3 കൊണ്ട് ഈ 3കൾ കളയാൻ വേണ്ടിയിട്ട് ഞാൻ 3 കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്തു, എല്ലാ ടൈമിലും. അപ്പോൾ ഇവിടെ 3, ഇവിടെ പിന്നെ ഈ 3 പോകും, ഇവിടെ 3, ഇവിടെ ഈ 3 പോകും. അപ്പോൾ 6R പ്ലസ് ഇവിടെ 140 ഉണ്ട്, ഇവിടെ 70 ഉണ്ട്. അപ്പോൾ ഈ 70 ഇങ്ങോട്ട് വന്നാൽ -140 - 70 ആവും. ബാക്കി എത്ര ഉണ്ടാവുക? 70 ഈക്വൽ ടു 3F ഉണ്ടാവും. ഓക്കെ. അതായത് 6R + 7 = 3F. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇക്വേഷൻ. ഇനി നമുക്ക് ഇനിഷ്യലി തന്നിരുന്ന ഒരു കണ്ടീഷനാണ് രാമുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് ഫാദറിൻ്റെ വയസ്സിൻ്റെ 1/6 ടേമാണ്. അപ്പോൾ നമുക്ക് ഇതിന് F അല്ലെങ്കിൽ ഈ R അങ്ങോട്ടും കൊണ്ടുവന്നാൽ 6R എന്ന് പറഞ്ഞാൽ എന്താ? ഫാദറിൻ്റെ വയസ്സാണ്. 6R എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെ വയസ്സാണ്. അപ്പോൾ ഈ 6Rന്റെ പകരം നമുക്ക് എന്ത് കൊടുത്താൽ മതി? F കൊടുത്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? F + 70 = 3F. ഈ Fനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ 3F - F. ഇവിടെ 70 ഉണ്ടാവും, 3F - F 2F ഉണ്ടാവും. സോ F എന്ന് പറഞ്ഞാൽ 70/2 എത്ര കിട്ടുക? 35. അപ്പോൾ ഫാദറിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്?
35 വയസ്സാണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 425/36 ഈക്വൽ ടു 425/36. ദാറ്റ് ഈസ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 + 25/36 കാരണം ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. റൂട്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 36 + 25 അല്ലേ, 4 × 36 + 25 ഹോൾ ഡിവൈഡ് ബൈ 36. ദാറ്റ് ഈസ്, റൂട്ട് ഉണ്ട് 4 × 36 144 + 25 ഹോൾ ഡിവൈഡ് ബൈ 36 റൂട്ടിനകത്ത്. ദാറ്റ് ഈസ് 144ഉം 25ഉം കൂട്ടിക്കഴിഞ്ഞാൽ 169/36 റൂട്ട്. റൂട്ട് 169 എത്രയാണ്? 13 ആണ്. 36ൻ്റെ റൂട്ട് എത്ര? 6. അപ്പോൾ 13/6. 13/6 എന്ന് പറയുമ്പോൾ 12ൽ 2 6 ഉണ്ട്. അപ്പോൾ 2 പിന്നെ ശിഷ്ടം റിമൈൻഡർ 1 വരിക, 1/6. അപ്പോൾ 2 1/6 ആണെന്ത് ഫൈനൽ ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 3 കാറുകളുടെ വേഗതയുടെ അംശബന്ധം 3:4:5 ആണ്. ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവരെടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം ഏത്? 3 കാറുകളുടെ വേഗതകളുടെ അംശബന്ധം തന്നിട്ടുണ്ട്. v1 v2 v3 എത്രയാണ്? 3:4:5 എന്ന് തന്നിട്ടുണ്ട്. ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവരെടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം കാണണം. നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്. അപ്പോൾ t1 t2 t3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിസ്റ്റൻസ് മാറില്ല. d ഡിവൈഡ് ബൈ v1 d ഡിവൈഡ് ബൈ v2 d ഡിവൈഡ് ബൈ v3 ആണ്. ദാറ്റ് ഈസ്, ഡിസ്റ്റൻസ് 3 സഞ്ചരിക്കുന്നത് സെയിം ആണ്. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാം. ഇവിടെ 1/v1 ആണ് വരിക. 1/v1 എന്ന് പറഞ്ഞാൽ 1/3 1/4 1/5. ഇതാണ് ടൈമുകളുടെ അംശബന്ധം. ഇനി നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 60 ആണ്. ഓക്കെ, ഈ LCM കൊണ്ട് 3 ടേമിനെയും ഗുണിക്കുക. അപ്പോൾ എങ്ങനെ വരിക? 60/3 60/4 60/5 എന്ന് വരും. ദാറ്റ് ഈസ് 60/3 എന്ന് പറയുമ്പോൾ 20 ഇത് എത്ര വരിക? 15 വരും. 60/4 15. ഇത് എത്ര വരിക? 12. അപ്പോൾ സമയങ്ങളുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20:15:12. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 30 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളത്തിൽ നിന്ന് 5 സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം? എന്താണ് പറഞ്ഞുള്ളത്? 30 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളത്തിൽ നിന്ന് എത്ര 5 സെന്റിമീറ്റർ ആരമുള്ള, 5 സെന്റിമീറ്റർ വ്യാസമല്ല 5 സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ നിർമ്മിക്കാം എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ വലിയ ഗോളത്തിന്റെ വോളിയം കാണും. ഓക്കെ, എന്നിട്ട് ഈ ചെറിയ ഗോളത്തിന്റെ വോളിയവും കാണാം. എന്നിട്ട് വലിയ ഗോളത്തിന്റെ വോളിയം ഡിവൈഡ് ബൈ ചെറിയ ഗോളത്തിന്റെ വോളിയം, ഇത് എത്രയാണ് നോക്കാം. അത്രയും ഗോളങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഉരുക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വലിയ ഗോളത്തിന്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ റേഡിയസ് കാണണം. നമുക്ക് വ്യാസമാണ് തന്നിട്ടുള്ളത് അല്ലെ, വ്യാസത്തിന്റെ പകുതി ആയിരിക്കും റേഡിയസ്. അപ്പോൾ റേഡിയസ് എത്ര? 15. വലിയ ഗോളത്തിന്റെ റേഡിയസ് 6 = 15 സെന്റിമീറ്റർ ആണ്. ചെറിയ ഗോളത്തിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ v/v = ഗോളത്തിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 4/3 πr³
ഡിവൈഡഡ് ബൈ ചെറിയ ഗോളത്തിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ്. അപ്പോൾ ഈ 4 പൈ വെട്ടിപ്പോവും, ബാക്കി എന്താ ഉണ്ടാവുക? ആർ ക്യൂബ് ബൈ സ്മോൾ ആർ ക്യൂബ്, ദാറ്റ് ഈസ് ആർ ഡിവൈഡ് ബൈ ആർ ഹോൾ ക്യൂബ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ എത്ര? 15 ബൈ സ്മോൾ ആർ എത്ര? 5 ഹോൾ ക്യൂബ്. 15/5 എത്ര? 3 ക്യൂബ്. 3 ക്യൂബ് എത്രയാണ്? 27. അപ്പോൾ 27 ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1/5 ഈക്വൽ ടു 1/7 പ്ലസ് 1/42 പ്ലസ് ഡാഷ്. ഡാഷ് ആണ് നമുക്ക് കാണേണ്ടത്. 1/5 ഈക്വൽ ടു 1/7 പ്ലസ് 1/42 പ്ലസ് ഡാഷ്. നമുക്ക് ഡാഷ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ ടേംസ് എല്ലാം എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ ഇപ്പോൾ എക്സ് ആണെങ്കിൽ എക്സിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 1/5 മൈനസ് 1/7 മൈനസ് 1/42 ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 42 ആക്കണം. ഇവിടെ 7 × 6 ആണ് 42. അപ്പോൾ മുകളിൽ നമ്മൾ 6 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1/5 ഉണ്ട്, മൈനസ് 6, ഇവിടെ -1 ഉണ്ട്. അപ്പോൾ -7 വരും ഡിവൈഡ് ബൈ 42 അല്ലേ, ഈക്വൽ ടു എക്സ്. 7നെയും 42നെയും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 6 കിട്ടും. അപ്പോൾ ഇവിടെ 1/5 മൈനസ് 1/6 ഈക്വൽ ടു എക്സ്. ഇത് എത്ര കിട്ടുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 × 6 മൈനസ് 5 1/5 × 6 30. എക്സിൻ്റെ വില എത്രയാണ്? 30. സോറി, 1/30. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, 10% ഡിസ്കൗണ്ടിൽ ഒരാൾ ഒരു സാധനം വാങ്ങി 20% വില കൂട്ടി വിൽക്കുന്നു. അയാൾക്ക് എത്ര ശതമാനം രൂപ അധികം ലഭിക്കും? അപ്പോൾ ഒരാൾക്ക് ഒരു സാധനം, ഒരു വസ്തുവിൻ്റെ വില 100 രൂപ എന്ന് വിചാരിക്കാം. 10% ഡിസ്കൗണ്ടിൽ അയാൾ ആ സാധനം വാങ്ങി. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 90 രൂപ. 10% കുറച്ചിട്ട് 90 രൂപക്ക് വാങ്ങി. എന്നിട്ട് 20% വില കൂട്ടി വിൽക്കുന്നു. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 90ൻ്റെ 20% കൂട്ടി വിൽക്കുന്നു. അതായത് 90ൻ്റെ 120% അല്ലേ, അതായത് 90/100 ആണ് 1%. 90ൻ്റെ ഇതിൻ്റെ 120% കൂട്ടി വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര ശതമാനം രൂപ അധികം ലഭിക്കും? അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇത് സിംപ്ലിഫൈ ചെയ്യാം. 0 വെട്ടി, ഈ 0 വെട്ടി, പിന്നെ 9 × 12 ആണ് വരിക സെല്ലിംഗ് പ്രൈസ്. 9 × 12 മൈനസ് കോസ്റ്റ് പ്രൈസ് 90 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 90 ഇൻറ്റു 100. 0 വെട്ടി, പിന്നെ ഈ 9 ഇതിലെ 9 വെട്ടി, പിന്നെ ഇവിടെ 9 വെട്ടിയാൽ പിന്നെ ഇവിടെ 10 ഉണ്ടാവുക. ദാറ്റ് ഈസ് 12 മൈനസ് 10 ഇൻറ്റു 10. 12 2 പോയാൽ 12 10 പോയാൽ 2 × 10 20. അപ്പോൾ 20% രൂപയാണ് എന്ത് അയാൾക്ക് അധികം കിട്ടുക. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, 0.512 all raised to 1/3 plus 0.008 all raised to 1/3 all divided by 0.512 all raised to 1/3 minus 0.008 all raised to 1/3 എത്ര? 0.512 all raised to 1/3 plus 0.008 all raised to 1/3 all divided by 0.512 all raised to 1/3 minus 0.008 all raised to 1/3. ഇത് എത്ര എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. 0.512 എനിക്ക് 512/1000 എന്ന് എഴുതാം, all raised to 1/3 പ്ലസ് ഇതിന് എനിക്ക് 8/1000 എന്ന് എഴുതാം.
ഹോൾ റേസ് ടു 1/3 ഡിവൈഡ് ബൈ ഇവിടെ അതുപോലെ തന്നെ 512/1000 ഹോൾ റേസ് ടു 1/3 മൈനസ് 8/1000 ഹോൾ റേസ് ടു 1/3. ഇനി 512 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 512 എന്ന് പറഞ്ഞാൽ 8ൻ്റെ ക്യൂബാണ്. അതേപോലെ 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ ഇവിടെ കൊടുത്താൽ 1000 എന്ന് പറഞ്ഞാലോ 1000 എന്ന് പറഞ്ഞാൽ 10ൻ്റെ ക്യൂബാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ മാറ്റങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 512ൻ്റെ സ്ഥാനത്ത് 8 ക്യൂബ് ഡിവൈഡ് ബൈ 10 ക്യൂബ് ഹോൾ റേസ് ടു 1/3 പ്ലസ് 8ൻ്റെ സ്ഥാനത്ത് 2 ക്യൂബ് ബൈ 10 ക്യൂബ് ഹോൾ റേസ് ടു 1/3 ഹോൾ ഡിവൈഡ് ബൈ 8/10 ക്യൂബ് ഹോൾ റേസ് ടു 1/3 മൈനസ് 2 ക്യൂബ് ബൈ 10 ക്യൂബ് ഹോൾ റേസ് ടു 1/3. ദാറ്റ് ഈസ് ഈ ക്യൂബ് മുകളിൽ താഴെ ഉണ്ടാവുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ. അപ്പോൾ 8/10 ഹോൾ റേസ് ടു 3 ഹോൾ റേസ് ടു 1/3. അപ്പോൾ 3 × 1/3 വരും. ഇവിടെ അതുപോലെ തന്നെ 3 × 1/3 ഇവിടെയും 3 × 1/3 വരും. 3 × 1/3 വരും. ഈ 3യും 3യും എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തുണ്ടാവുക 8/10 അതിനെ എനിക്ക് 4/5 എന്ന് എഴുതാം. 4/5 പ്ലസ് 1/5 ഡിവൈഡഡ് ബൈ 4/5 മൈനസ് 1/5. ദാറ്റ് ഈസ് 4 + 1 5. 5/5 ഉണ്ടാവും ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ 4 - 1 3/5 ഉണ്ടാവും. ദാറ്റ് ഈസ് 5/5 × 5/3. 5ഉം 5ഉം വെട്ടിയാൽ 5/3 ആണെന്ത് ഫൈനൽ ആൻസർ വരിക. സോ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 10, 30, 130, 340. 10, 30, 130, 340. ഇതിൽ ഒറ്റയാൻ ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഡിജിറ്റുകളുടെ സമ്മ് നോക്കിയാൽ ഇവിടെ 1 + 0 1 + 0 1, 3 + 0 3, 1 + 3 + 0 4, 3 + 4 + 0 7. ഇപ്പോൾ ഈ ഡിജിറ്റുകളുടെ സമ്മ് നോക്കുമ്പോൾ എല്ലാതും ഒറ്റസംഖ്യയാണ്, ഓഡ് നമ്പേഴ്സാണ് എക്സെപ്റ്റ് 130. അപ്പോൾ ഒറ്റ ഏതാണ് 130 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 1200, 480, 192 ഡാഷ്. 1200, 480, 192 ഡാഷ്. അടുത്തത് ഇവിടെ എത്ര വരികയെന്നാണ് ചോദിച്ചത്. അപ്പോൾ 1200 കഴിഞ്ഞാലും 480 എങ്ങനെ കിട്ടുന്നത്? 1200നെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 480 കിട്ടുക. 480നെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 192 കിട്ടും. 192നെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും നമുക്ക് ഇവിടെ വരിക. അപ്പോൾ അത് വരിക 76.84. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ABCDEF എന്നിവർ വട്ടത്തിൽ നിൽക്കുന്നു. B F ആൻഡ് സിയുടെ ഇടയിലാണ്. A E ആൻഡ് ഡിയുടെ ഇടയിൽ. F ഡിയുടെ ഇടത്തായും നിൽക്കുന്നു. A ആൻഡ് എഫിൻ്റെ ഇടയിൽ ആരാണ്? അപ്പോൾ ABCDEF ഇങ്ങനെ 6 പേരുണ്ട്, വട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ B എഫിൻ്റെയും സിൻ്റെയും ഇടയിലാണ്. അപ്പോൾ ഇവിടെ B ഉണ്ട്, എഫിൻ്റെയും സിൻ്റെയും ഇടയിലാണ് ആര്? B ഉള്ളത്. പിന്നെ പറഞ്ഞു A ഇയുടെയും ഡിയുടെയും ഇടയിലാണ്. A എന്ന് പറയുന്നത് ഇയുടെയും ഡിയുടെയും ഇടയിലാണ്. പിന്നെ പറഞ്ഞു എഫ് ഡിയുടെ ഇടത്താണ്. എഫ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഡിയുടെ അടുത്ത് എന്ന് പറയുമ്പോൾ ഡി ഇവിടെ വരണം. അപ്പോൾ ഇവിടെ എന്താവും? ഇ ആവും. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഡിയുടെ അടുത്തായി. ഇനി എ ആൻഡ് എഫിൻ്റെ ഇടയിൽ ആരാണെന്നാണ് ചോദ്യം. എയുടെയും എഫിൻ്റെയും ഇടയിൽ ആരാളുള്ളത്? ഡി ആണുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ എന്നത് ഡിയുടെ അമ്മയാണ്. എ എന്നത് ഡിയുടെ അമ്മയാണ്. അപ്പോൾ എ അമ്മയാണ് ഡിയുടെ. ഓക്കെ, ബിയുടെ മകളാണ് സി.
ബിയുടെ മകളാണ് ആര്? സി. ബിയുടെ മകളാണ് സി. എ അമ്മയാണ്, മൈനസ് ഇടുക. ഓക്കെ. സിയുടെ ഭർത്താവ് എഫ്. സിയുടെ ഭർത്താവ് ആരാണ്? എഫ് ആണ് കേട്ടോ. സിയുടെ ഭർത്താവ് എഫ്. എയുടെ ഭർത്താവ് ജി. എയുടെ ഭർത്താവ് ആരാ? ജി ആണ്. എയുടെ ഭർത്താവ് ജി ആണ്. ബി എയുടെ സഹോദരിയും ആയാൽ ബിയും എയും സഹോദരിമാരാ. അതാണ് അതിൻ്റെ അർത്ഥം. ജിയും ഡിയും തമ്മിലുള്ള അംശബന്ധം. ജിയും ഡിയും തമ്മിലുള്ള അംശബന്ധം, പിന്നെ ബന്ധം. ജിയും ഡിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ജി ഡിയുടെ അച്ഛനാണ്. ജി ഡിയുടെ അച്ഛനാണ് അല്ലേ? അല്ലെങ്കിൽ ഡി ജിയുടെ മകനാണ്. മകനാണോ മകളാണോ എന്ന് അറിയാൻ നമുക്ക് കൃത്യമായിട്ട് പറയില്ല, കാരണം ഇത് പുരുഷനാണോ സ്ത്രീയാണോ ഡി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയത് അച്ഛൻ. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ.